നിങ്ങളുടെ അമ്മാവനെവിടെ? നിങ്ങളുടെ അമ്മാവനെവിടെ? അമ്മാവൻ ഇവിടെ ഉണ്ട്. കണ്ടോ, അങ്ങേരെ ആള് നല്ല ആളാ. ഇന്നലെ രാത്രി മുഴുവൻ അങ്ങേരെ ഞാൻ നോക്കി ഉറങ്ങാതെ അവിടെ കാത്തിരുന്ന. അങ്ങേരെ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ? എവിടെ ഉറങ്ങാതെ കാത്തിരുന്ന അമ്മായി? എന്തോരം വിളിച്ച് എറണാകുളത്ത് പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്ന് പറയണ്ടേ? ഞാൻ എറണാകുളത്തൊന്നും പോയില്ല. ഞാൻ അമ്പലത്തിൽ പോയിരുന്നതാ. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ അങ്ങേരെ കാണാനില്ല. നേരെ വെളുക്കുന്നവരെ ഞാൻ അവിടെ കാത്തിരുന്നു. എന്നിട്ട് അമ്മാവൻ പറഞ്ഞ അമ്മായി എറണാകുളത്ത് പോയെന്ന്. എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ പോയതൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ കുത്തിയിരുന്നില്ലേ. അന്ന് ആരുടെയെങ്കിലും നമ്പർ ഉണ്ടായിരുന്നു, ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്റെ ഫോണില്ല കൊച്ചേ. ആ ഫോണും അങ്ങേരെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. ഇങ്ങനെ സ്നേഹമില്ലാത്ത ഒരാളുണ്ടോ? എന്നാ പിന്നെ അമ്മായിക്ക് വൈകിട്ട് ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? ഞാൻ ഇങ്ങനെ വരും എന്ന് പറഞ്ഞ അവിടെ കാത്തിരുന്നല്ലേ. പാതിരാത്രി വരെ കാണാനുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ പിടിച്ചാ കൂട്ടിരുത്തിയത്. എറണാകുളത്തൊന്നും പോയില്ലായിരുന്നു, വീട്ടിൽ തന്നെ എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് വരായിരുന്നില്ലേ? ഇപ്പൊ രാത്രി വരെ നോക്കിയായിരുന്നില്ലേ മോളെ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അങ്ങേര് വന്നാലോ? അപ്പൊ ആരുടെങ്കിലും ഫോണിൽ നിന്ന് അമ്മാനെ വിളിച്ചാ പോരെ? എനിക്കുണ്ട് വാശി. എന്റെ ഫോൺ അറിഞ്ഞു പൊട്ടിച്ചിട്ടല്ലേ. അപ്പൊ രണ്ടുപേരുടെയും വാശിയിൽ നടക്കട്ടെ. റെഡി ആയിട്ടുണ്ടാവും. എന്തിനാ ചേട്ടത്തി വിളിക്കാൻ പോലെ? ആ ഒരു ചപ്ര ഫോൺ എറിഞ്ഞു പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ മാമന്റെ കൈ പിടിച്ച് ഞങ്ങൾ തിരിച്ചു പൊടിച്ചു വരവാക്കിയില്ല. കൈ ഒടിഞ്ഞോ? ആരുടെ? അറിയത്തില്ലല്ലോ. ഒടിഞ്ഞൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും തൊഴിൽ മാറിക്കാവുന്നു. ഇതെന്താ നീ കാണിക്കണത്? എന്തിനാ എറണാകുളം നിങ്ങൾ കെട്ടിയെടുത്ത്? നീ ഇല്ലെങ്കിൽ എന്താ ഞാൻ ജീവിക്കില്ലേ? ഞാൻ എറണാകുളത്തൊന്നും പോയില്ല. ഇങ്ങോട്ട് പോയില്ല. നീ പോയിരിക്കും, എന്ത് വേണം ചെയ്തോ. ദേഷ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ പൊട്ട പിന്നാലെ കൂടെ പൂന്ന കരുതി. അങ്ങനെയുള്ള പെൺകോന്തനൊന്നല്ല ഞാൻ. എന്റെ അമ്മാവ ഒന്ന് നിർത്ത്. വന്നില്ല ഇപ്പൊ അമ്മായി. എന്തിനു വന്ന്? ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പൂവാ ജീവിക്കാം. എന്റെ പിന്നാലെ നടക്കണമെന്നൊന്നുമില്ല. എന്താ നടക്കണ? നിനക്ക് അതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ ദേഷ്യപ്പെട്ടു പോയാ നെഞ്ചത്തടിച്ച് പിന്നാലെ നടക്കുന്ന കരുതി. പോണൊരു പൂവ ആര് പോയാലും എനിക്കൊരു പ്രശ്നമില്ല. അമ്മായി എങ്ങും പോയില്ലല്ലോ. അതാ പ്രശ്നം. എന്താ പോവാഞ്ഞ്? നീ ഇപ്പൊ കൂടെ നിന്നിട്ട് എനിക്ക് എന്താ കാര്യം? അമ്മായി പോ. അമ്മായി വേദനയുണ്ട്. ഗിരിയല്ല അണ്ണൻ വണ്ടി റെഡി. എവിടെ പോവാൻ? അല്ല, ഗിരിയേട്ടിനെ കൊണ്ട് എറണാകുളത്ത് പോകണം. എറണാകുളത്ത് ഗിരിയേട്ടിന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞു. ഗിരിയല്ല ഇങ്ങോട്ട് നോക്കുക. ഈ ഗിരിയേട്ടൻ എന്തിനാ പറഞ്ഞു എന്നെ രാത്രി കടന്നുറങ്ങാതെ വെച്ചില്ലേ? ഞാൻ ഇത്തിരി രാത്രി സത്യം പറഞ്ഞാൽ കണ്ടോണ്ടിടത്തോണ്ടാണ് ഞാൻ വണ്ടി എടുക്കില്ലെന്ന് പിടങ്ങിക്കണ. നിങ്ങളാണ് നിങ്ങൾ അച്ഛനും അമ്മയിടത്തെ നമ്മുടെ ഡ്രൈവറെ വിളിച്ചോണ്ടാണ് വന്ന രാവിലെ നിങ്ങളെ ഭാര്യ തിരക്കി പോവാന്ന് പറഞ്ഞു. അട ഗിരിയെല്ലാം പോവാണ. അല്ല കുഴപ്പമില്ല, അന്ന് പിണങ്ങൊന്നും വേണം. ഗിരിയണ്ണ അണ്ണ ഇതല്ലേ നിങ്ങളെ ഭാര്യ? പിന്നെ എറണാകുളത്തേക്ക് വരിക? ഇല്ല, ഭാര്യ ഇവിടെ ഉണ്ട്. കൊണ്ടുണ്ടാ. അത് തെറ്റിപ്പോയി. അപ്പൊ എറണാകുളത്ത് പോകണ്ടേ? ഇല്ല, എറണാകുളത്തിന് പോകണ്ട. ഇല്ല, ഇവിടെ ഉണ്ട്, ആളുണ്ട്. ഉണ്ട്. ഗിരിയണ്ണ പെട്രോൾ അടിച്ചു 2500 രൂപ. അണ്ണ ചെറുക്കന്റെ ശമ്പളം പൈസ തരാം. അതെല്ലാം തരും. അല്ല ഗിരിയണ്ണ അതെല്ലാം തരും. ഗിരിയണ്ണം തരും. എല്ലാം ഗിരിയണ്ണം തരും. അല്ല വേറെ കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഞാൻ പോകട്ടെ. ഗിരിയണ്ണ പോണേ, ഇനി വിളിക്കണേ. ഇല്ലേ ഇച്ചിരി കാപ്പിപ്പൊടി തന്നേടി. തരാം. വേദനയുണ്ടോ ചേട്ടാ? അതെ, ഫോണെറിഞ്ഞ് പൊട്ടിച്ച ദേഷ്യത്തിന് നീ ചെരവെടുത്തടിച്ചിട്ടാണ് എൻ്റെ കൈയൊടിഞ്ഞതെന്ന് ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. നീയും അത് ആരോടും പറയില്ല. ഇല്ല, സോറി ചേട്ടാ.